പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സായിയെ കാണിക്കുകയാണ്. അവൻ ആ ഡോർ തുറന്ന് ഇപ്പൊ സാസുകയുടെ റൂമിലേക്ക് കയറി സാസുകയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ അവരാവട്ടെ ആ ഒരു ബിങ്കോ ബുക്ക് കണ്ട് വണ്ടർ അടിച്ച് പേടിച്ച് നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലാവില്ല ഈ ഒരു ബുക്കില് എങ്ങനെ സാസുകയുടെ ഫോട്ടോ വന്നെന്ന്. കട്ട് ചെയ്ത ഇപ്പൊ സായി നിഞ്ചാബി സ്ക്രോൾ ടെക്നിക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ പറയും സാസുകയുടെ ഫോട്ടോയിൽ മാത്രം ഇൻഡു മാർക്കില്ല. അതിന്റെ അർത്ഥം അവൻ ഒറോച്ചിമാറുവിന്റെയും സായിയുടെയും മിഷന് വേണ്ടിയല്ല തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സാസുകയെ വെച്ച് മറ്റെന്തോ ഒരു മിഷനാണ് ആരോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ സായി ആവട്ടെ ബീസ്റ്റ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് 3 പാമ്പുകളെ ഇപ്പൊ സാസുകയുടെ റൂമിലേക്ക് കയറ്റി വിടാണ്. ഇവിടെ മാസ്റ്റർ ടെൻഷനായിട്ട് ഇപ്പൊ സായിയുടെ യഥാർത്ഥ പ്ലാന് അതെന്താണെന്ന് കുട്ടപ്പനോടും സാക്കുറയോടും പറയും. അവന്റെ യഥാർത്ഥ പ്ലാൻ അത് സാസുകയെ രക്ഷിക്കുക എന്നതല്ല, മറിച്ച് സാസുകയെ കൊല്ലുക എന്നതാണ്. അതിന് കുട്ടപ്പൻ ഒരിക്കലുമില്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സാസുകയെ രക്ഷിക്കാനാണ് അവൻ പോയത്, എനിക്ക് അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ മാസ്റ്ററുമായിട്ട് തർക്കിക്കാൻ തുടങ്ങും. അപ്പൊ സാസുകയുടെ റൂമില് അവനയച്ച 3 പാമ്പുകള് ഇപ്പൊ സാസുകയുടെ തൊട്ടടുത്തെത്തി. ഇവിടെ കുട്ടപ്പൻ വീണ്ടും പറയും അവൻ ചിരിച്ചത് അത് ആത്മാർത്ഥമായിട്ടാണ്, അവനുണ്ടായ മാറ്റം അതെനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോ സാക്കുറ ആവട്ടെ എന്തുകൊണ്ട് അവൻ കാണിച്ചതെല്ലാം ഒരു അഭിനയം ആയിക്കൂടാ, മേ ബി അത് അഭിനയമാണെങ്കിൽ നമ്മുടെ സാസുക അവനിപ്പോ വലിയ ആപത്തിലാണ്. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അവൻ പറഞ്ഞതെല്ലാം ആലോചിച്ച് നോക്കും. ഇവിടെ മാസ്റ്റർ വീണ്ടും ആ ഒരു ബുക്ക് മറിക്കുമ്പോ സാസുകയുടെ ഫോട്ടോയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഫോട്ടോ കാണും. ആ ഒരു ഫോട്ടോയില് ഇപ്പൊ ക്രോസ് ചിഹ്നം കാണുമ്പോ സാക്കുറ ചോദിക്കും ഇതാരാണ്? ഇവൻ ആക്ച്വലി ഒരു ജൊനിയനാണ്, ഹിഡൻ മിസ്റ്റ് വില്ലേജിൽ നിന്നാണ് ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇവനെ കൊന്നു കളഞ്ഞത്. അപ്പൊ സാക്കുറ ചോദിക്കും സായി വന്നിരിക്കുന്നത് അപ്പൊ സാസുകയെ കൊല്ലാനാണോ? മാസ്റ്റർ പറയും അതെ, അതാണ് അവന്റെ മിഷൻ, അതിനുവേണ്ടിയാണ് ഫേക്ക് സ്മൈൽ കാണിച്ച് അവൻ നമ്മളെ പറ്റിച്ചത്. സാക്കുറ ഒരു സെക്കൻഡ് അവൻ ഫേക്ക് സ്മൈൽ കാണിച്ചു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ചെടുക്കും. സോ മാസ്റ്റർ പറയും ഇവൻ എയിം ചെയ്യുന്നത് ലീഫ് വില്ലേജിനെ എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്കാണ്, ലീഫ് വില്ലേജിനെ എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെയാണ്. സാസുക ഇപ്പോ ലീഫ് വില്ലേജിൽ നിന്ന് പുറത്താണ്, അതുകൊണ്ടാണ് അവനെ കൊല്ലാനായിട്ട് അവൻ പ്ലാൻ ഇട്ടത്. കട്ട് ചെയ്താ ഇപ്പൊ സായി കാണിക്കും അവന്റെ 3 പാമ്പുകളും പതിയെ പതിയെ ഇപ്പൊ സാസുകയെ ചുറ്റി വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ഇപ്പൊ തർപ്പിച്ചു പറയും ഡാൻസോടെ പ്ലാൻ അത് ഒറോച്ചിമാറുവിന്റെ കൂടെ ചേർന്ന് ലീഫ് വില്ലേജിനെ നശിപ്പിക്കാനായിരുന്നില്ല, മറിച്ച് സാസുകയും അതുപോലെ തന്നെ ഒറോച്ചിമാറുവിനെ ഇല്ലാതാക്കി ലീഫ് വില്ലേജിനെ രക്ഷിക്കാനായിരുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും ഡാൻസോടെ പ്ലാൻ അതെന്തായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ സാസുകയെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് മാസ്റ്റർ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, അവന്റെ ചക്ര പവർ അത് ഓൾറെഡി ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. സാക്കുറയാണെങ്കിൽ ഇപ്പൊ ഞെട്ടിപ്പോയിട്ട് ആ ഒരു ബുക്ക് എടുത്ത് നോക്കും, ഇവനെങ്ങനെ ഇത്ര വിദഗ്ധമായിട്ട് എല്ലാവരെയും പറ്റിക്കാൻ കഴിഞ്ഞു? പക്ഷെ അവൻ എത്ര വലിയ കള്ളനാണെങ്കിലും സാസുകയുടെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളും ഇപ്പൊ ഓടാൻ തുടങ്ങും. ഇവിടെ സാസുകയുടെ തൊട്ടുപുറകില് ആ ഒരു പാമ്പുകൾ വന്ന് നിൽക്കുമ്പോ തന്നെ ഇപ്പൊ സാസുക ചോദിക്കും നീ ആരാണ്? സായിക്ക് അവിടെ എത്തിയപ്പോ തന്നെ സാസുകയ്ക്ക് എല്ലാം പിടികിട്ടിയെന്ന് മനസ്സിലായിരുന്നു. അതിന് സായി വിളിച്ചു പറയും ഞാൻ ഡാസോയുടെ ശിഷ്യനാണ്, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഡാസോ പറഞ്ഞതനുസരിച്ച് നിന്നെ കൊന്നു തള്ളാനാണ്. പക്ഷെ ഞാനിപ്പോ നിന്നെ കൊല്ലാൻ പോകുന്നില്ല, മറിച്ച് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അവനെ കാണുന്നതിന് മുൻപ് വരെ എന്റെ മനസ്സിൽ നിന്നെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു. പക്ഷെ നറൂട്ടോ അവൻ എന്റെ മനസ്സ് മാറ്റി, അതുകൊണ്ട് തന്നെ അവനു വേണ്ടി നിന്നെ ഞാൻ തിരികെ കൊണ്ടുപോകും. അപ്പൊ അതേ സമയം ഇവിടെ സാക്കുറയും കുട്ടപ്പനും ആവട്ടെ സായി അന്വേഷിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഇപ്പൊ സായി തന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. സാക്കുറ കുട്ടപ്പന് സാസുക അവന്റെ ബ്രദറിനെ പോലെയാണെന്ന് പറഞ്ഞത്, അവന്റെ ജീവൻ കൊടുത്തും സാസുകയെ തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവൻ ആലോചിച്ചെടുക്കും. കട്ട് ചെയ്ത സായി പറയും നീയും കുട്ടപ്പനുമായിട്ടുള്ള ബോണ്ട് അത് ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഒട്ടനെ ഇപ്പൊ ഒരു ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് സാസുകയെ ലോക്ക് ചെയ്യും. പക്ഷെ സാസുക അവൻ അതിലും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ലോക്ക് അത് തകർത്ത് കളയും. അങ്ങനെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന സൗണ്ട് നമ്മുടെ കുട്ടപ്പനും ടീംസും കേൾക്കും. ആ ശബ്ദം കേട്ട് ഇപ്പൊ കബൂട്ടോയും ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അവനും ഗുഹയിലേക്ക് നോക്കും. അവൻ പറയും ഇത് സാസുകയുടെ ജിപ്സു ആണ്. അവൻ കളി ആരംഭിച്ചു. കുട്ടപ്പനും ടീംസും ആവട്ടെ വലിയ എന്തോ അപകടം നടക്കുകയാണെന്ന് കരുതി ഇപ്പൊ ശബ്ദം കേട്ട ആ ഒരു സ്ഥലത്തേക്ക് ഓടും. അവരുടെ മനസ്സില് സായിപ്പോ
സാസുകയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തില് അവൻ സാസുകയെ രക്ഷിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടപ്പനും ടീംസും ഇപ്പൊ സ്പീഡിൽ ഓടും ആ ഒരു ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട്. അപ്പൊ സായി ആവട്ടെ ദൂരെ വെളിച്ചം കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ കുട്ടപ്പനും ടീംസും ഓടി വരുന്നതായിട്ട് കാണും. ദൂരെ ഒരു വെളിച്ചം കാണുമ്പോ ഇപ്പൊ കുട്ടപ്പൻ വിളിച്ചു പോവും, സാക്കുറ ഓടിക്കോ. അവിടെ തന്നെയാണ് സാസുക ഉള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും സാസുകയെ കൊന്നുകളയും. നമ്മുടെ പെണ്ണാവട്ടെ അവൾ ഡബിൾ പവർഫുൾ ആണ്. അവൾ ചാടി വന്ന് ഇപ്പൊ സാസുകയുടെ കോളറെ പിടിച്ച് അങ്ങനെ കറക്കിയെടുത്ത് ഇപ്പൊ നിലത്തടിക്കും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സാസുകയുടെ ബോഡിയിൽ കൈവെക്കും? നീ ഫേക്ക് സ്മൈൽ കാണിച്ച് ഞങ്ങളെ പറ്റിക്കുവല്ലേടാൻ ചോദിച്ച് ഇപ്പൊ സാസുക ആവട്ടെ അവനെ എടുത്തിട്ട് ഇണ്ടനടിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ട് എന്ന് സാക്കുറ എന്ന് ആരോ വിളിക്കും. അവള് തലയുയർത്തി ഇപ്പൊ മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, സാക്ഷാൽ സാസുക. കുട്ടപ്പനും മാസ്റ്ററും സാസുകയെ തന്നെ നോക്കി നിൽക്കുമ്പോ ഒട്ടനെ കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് 100-110 ഓടാൻ തുടങ്ങും. പക്ഷെ ഓടുന്ന സമയത്ത് അവൻ അങ്ങനെ തലയടിച്ച് വീഴുകയും ചെയ്യും. പക്ഷെ വീണ്ടും അവൻ തളർന്നു പോവാതെ ഇപ്പൊ മുൻപോട്ട് ഓടും. സായി ആണെങ്കില് ഇപ്പൊ കുട്ടപ്പന്റെ ആവേശം കണ്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നറൂട്ടോ ഓടി വന്ന് ഇപ്പൊ സായിയുടെ തൊട്ടടുത്തെത്തി സാസുകയെ നോക്കുമ്പോ സാസുകയുടെ ജിമ്മൻ ലുക്ക് കണ്ട് നമ്മുടെ കുട്ടപ്പന്റെയും എന്റെയും കണ്ണൊരുമിച്ച് തള്ളിപ്പോവും. അപ്പൊ സാസുക ഞെട്ടിയിട്ട് ഇത് പഴയ നറൂട്ടോ കുട്ടപ്പനാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാസ്റ്റർ അവിടേക്ക് ഓടി വന്ന് ഇപ്പൊ നിലവിളിച്ചു പറയും, ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നിന്നെ തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകാനാണ്. സാസുക ആവട്ടെ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ അവന്റെ പുതിയ ടീമിനെ ഒന്ന് നോക്കും. സാസുക സായിയെ നോക്കുമ്പോ സായി ആവട്ടെ അവന്റെ കത്തി വലിച്ചൂരി ഇപ്പൊ വെട്ടാൻ റെഡിയായിട്ട് നിൽക്കും. സാക്കുറയ്ക്ക് അത് കണ്ട് കരി കയറി, എന്റെ അപ്പനും അമ്മയെ കഴിഞ്ഞ് മോശമാണല്ലോടാ നീന്നും പറഞ്ഞ് ഇപ്പൊ സായിയുടെ മെക്കിട്ട് കയറും. ഞങ്ങളുടെ പാവം തല തിരിഞ്ഞു പോയ സാസുകയെ നീ കൊല്ലാൻ ശ്രമിക്കുകയാണല്ലേ എന്ന് സാക്കുറ ചോദിക്കുമ്പോ ഇപ്പൊ സാസുക ആവട്ടെ, ഓ അപ്പൊ ഇവനാണ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി നമ്മുടെ ടീമിലേക്ക് വന്നതല്ലേ. അതിന് സായി പറയും, ഞാൻ ഇവിടേക്ക് വന്നത് സാസുകയെ കൊല്ലാൻ തന്നെയാണ്. പക്ഷെ കുട്ടപ്പന് സാസുകയോടുള്ള സ്നേഹവും ആ ഒരു ബോണ്ടും കണ്ടപ്പോ എനിക്ക് അവനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. തിരികെ നറൂട്ടോയ്ക്ക് അവനെ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി മുതല് ആരുടെ ഓർഡേഴ്സ് ഞാൻ കേൾക്കില്ല. ഞാനിനി എനിക്ക് വേണ്ടി ജീവിക്കും. സാസുക ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കുക, നറൂട്ടോ കുട്ടപ്പന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നിന്നെ സ്വന്തം ബ്രദറായിട്ടാണ് ഇന്നുവരെ കണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കുട്ടപ്പന്റെ സ്നേഹം അത് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തിരികെ ലീഫ് വില്ലേജിലേക്ക് നീ വരണം. അത് കേട്ട് സാസുക പറയും, കുട്ടപ്പൻ എന്നോടുള്ള സ്നേഹം അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി പോകും. അപ്പാവൻ ഇപ്പൊ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ഓരോ തവണ ഹിറ്റാച്ചി അവനെ അടിച്ചു വീഴ്ത്തിയിട്ട് നിന്റെ സ്ട്രെങ്ത് അത് വളരെ കുറവാണെന്ന് പറഞ്ഞ് അവനെ നോക്കി പരിഹസിച്ചു. സാസുകയുടെ അവസാനമായിട്ട് നീ വെറും ഒരു വേസ്റ്റ് ആണ്, നിനക്കെന്നെ തോൽപ്പിക്കണമെങ്കിൽ എന്നോടുള്ള ദേഷ്യം വെറുപ്പ് എല്ലാം നീ കൂട്ടണമെന്ന് അവസാനമായിട്ട് ഹിറ്റാച്ചി പറഞ്ഞിരുന്നു. കട്ട് ചെയ്താ ഇപ്പൊ സാസുക പറയും, ഞാനിപ്പോ കുട്ടപ്പനെ പോലുള്ള ഒരു ബോണ്ടിലല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ബ്രദറുമായിട്ടാണ് ഏറ്റവും നല്ല ബോണ്ട്. ആ ഒരു ബോണ്ടില് സ്നേഹത്തിനു പകരം ഞാൻ വെറുപ്പാണ് ഓരോ നിമിഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഇപ്പൊ എല്ലാവരും സാസുകയെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.